ഹലോ, എൻ്റെ പേര് കാശിനാഥ്. ഞാൻ കാസർഗോഡ് നിന്നാണ് വരുന്നത്. ഞാൻ പെലാൻസിൽ സി എ എൻ്റർ ചെയ്യുന്നുണ്ട്. ഞാൻ ഡയറക്റ്റ് എൻട്രി വഴിയാണ് സി എയിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ സി എ എടുക്കാനുള്ള കാരണം എന്താ വെച്ചാൽ എക്സ്ട്രാ ഓർഡിനറി ചെയ്യണമെന്ന് പണ്ടേ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാൻ, ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് സൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈനിൽ തന്നെ എക്സ്ട്രാ ഓർഡിനറി ആയി ചെയ്യണമെങ്കിൽ നമ്മൾ വ്യത്യസ്തമായിട്ട് ചെയ്യണം. അപ്പോൾ സി എ ആകുമ്പോൾ സി എ സിഗ്നേച്ചർ നല്ലൊരു വാല്യൂ ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കോമൺ സൈനിൽ നിന്നും സി എ സൈനിനെ ഡിഫറെൻ്റ് ആക്കുന്നത് വെച്ചാൽ അത്രയും പവർ കൂടിയ സൈൻ ഉണ്ട്. അങ്ങനത്തെ ഒരു കാര്യം എക്സ്ട്രാ ഓർഡിനറി ചെയ്യുന്നില്ലതാണ് ഞാൻ സി എൻ ജോയിൻ ചെയ്തത്. പിന്നെ എല്ലാവരും പറയും നല്ല സാലറിയാണ് എന്ന് പറയും. പക്ഷേ സാലറി മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമുക്ക് സൊസൈറ്റിയിൽ റെസ്പെക്ട് കൂടി കിട്ടണം. സാലറി ഇപ്പോൾ എല്ലാവർക്കും ഉണ്ടാവും, കാര്യമില്ല. പക്ഷേ റെസ്പെക്ട് എന്തായാലും സൊസൈറ്റിയിൽ നമുക്ക് വേണം. ഇപ്പോൾ സി എ എടുത്താൽ രണ്ടും കിട്ടും, നമുക്ക് സാലറിയും കിട്ടും, അതുപോലെ റെസ്പെക്റ്റും കിട്ടും. ഈ രണ്ട് ഫാക്ടറും കൂടി കമ്പൈൻ ആകുമ്പോൾ സി എ എന്ന് പറയുന്നത് ബെറ്റർ ഓപ്ഷനായിട്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് സി എൻ ജോയിൻ ചെയ്തത്. ഞാൻ ഡയറക്റ്റ് എൻട്രി വഴി സിയിലേക്ക് ഇന്ററിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പോൾ എനിക്ക് ബി കോം ഉള്ളതുകൊണ്ട് എനിക്ക് ഫൗണ്ടേഷൻ എക്സാംഷൻ ആയിരുന്നു. അപ്പോൾ ബി കോം എന്ന് പറയുമ്പോൾ സി എ ജസ്റ്റ് ഒരു പോർഷൻ മാത്രമേ നമുക്ക് ബി കോമിൽ പഠിക്കാനുള്ളൂ. പക്ഷേ സി എ പറയുമ്പോൾ പോലെ വൈഡ് ആയിട്ടുള്ള വാസ്റ്റ് ആയിട്ടുണ്ട് പോർഷൻസ് എല്ലാം. ജസ്റ്റ് ഒരു പേടി ഉണ്ടായിനി. ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും മെൻറ്റേഴ്സ് ആയാലും ആദ്യം തന്നെ നമുക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്തത്. കാരണം ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റുന്ന ഒരു സെൽഫ് കോൺഫിഡൻസ് അവർ ബിൽഡ് ചെയ്ത് തന്നു. പിന്നെ പഠിക്കാൻ ആരെ കൊണ്ടും പറ്റും, പക്ഷെ കറക്റ്റ് എഫക്റ്റീവ് സ്റ്റഡി എങ്ങനെ ചെയ്യണമെന്ന് ഇവിടുത്തെ ഫാക്കൽറ്റീസ് ആയാലും മെൻറ്റേഴ്സ് ആയാലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് തന്നെ ഇവരെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറായി ഞാൻ കാണുന്നത്. ഫാക്കൽറ്റീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എല്ലാ എക്സ്പീരിയൻസ് ആയ ഫാക്കൽറ്റീസ് ആണ് ഇവിടെ ഉള്ളത്. ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് അവർ കുറേ സ്റ്റുഡൻസിന് അവരുടെ ഈ ലൈഫ് എക്സ്പീരിയൻസിൽ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സ്റ്റുഡൻസിൻ്റെ കോമൺ മിസ്റ്റേക്സ് അവർക്ക് നോട്ട് ചെയ്യാൻ പറ്റും. അത്ര മിസ്റ്റേക്സ് നമ്മളോട് പറഞ്ഞാൽ ഈ കാര്യങ്ങൾ ചെയ്യേണ്ട, അതായത് ഈ മിസ്റ്റേക്സ് എന്തായാലും കോമൺ ആയിട്ട് സ്റ്റുഡൻസ് ചെയ്യുന്നതാണ് ഈ എക്സാം ടൈമിൽ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞുതരാൻ പറ്റും. അതുപോലെ തന്നെ അവർ പഠിക്കുമ്പോൾ അവർ ചോദിച്ച ടിപ്സ് ആൻഡ് ട്രിക്സും അല്ലെങ്കിൽ അവർ വരുത്തിയ മിസ്റ്റേക്സ് എല്ലാം നമുക്ക് പറഞ്ഞു തരും. കാരണം അവരവർ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഈ എക്സാം എങ്ങനെ പാസ്സാവുന്നതും കൂടി ഫാക്കൽറ്റീസ് പറഞ്ഞു തരുന്നുണ്ട്. അതുപോലെ മെൻറ്റേഴ്സ് ആയാലും ഏത് ഡൗട്ടായാലും ക്ലാരിഫൈ ചെയ്ത് തരുന്നാലും വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് നമ്മൾ കൂടി ഇരിക്കും, നമുക്കെല്ലാം പറഞ്ഞു തരും. പിന്നെ ഫാക്കൽറ്റീസ് ഒരു ടീച്ചർ സ്റ്റുഡൻറ് റിലേഷൻഷിപ്പ് അല്ലാതെ ഒരു ഫ്രണ്ട്ലി ആയിട്ടാണ് എല്ലാവരോടും പെരുമാറുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരോട് ഷെയർ ചെയ്യാൻ പറ്റും. അതിപ്പോൾ പഠിത്തത്തിൻ്റെ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ വേറെ നിങ്ങൾ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളായാലും അവരോട് ഷെയർ ചെയ്യാൻ പറ്റും. അത് തന്നെ നല്ലൊരു കാര്യമാണ്. ഈ കോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ വൈഡ് ആയിട്ടുള്ളൊരു കോഴ്സാണ്. അപ്പോൾ നമുക്കറിയാം കുറേ പുറത്തുനിന്ന് പറയും ഈ കോഴ്സ് എടുക്കണ്ട, റിസ്ക് ആണ്, അങ്ങനെ കുറേ കാര്യങ്ങൾ പുറത്തുനിന്ന് നമുക്ക് കിട്ടും. പക്ഷെ ആ കാര്യമെല്ലാം അവോയ്ഡ് ആക്കാം. ജസ്റ്റ് നമ്മളെ കൊണ്ട് പറ്റുമോ ഇല്ലെന്ന് മാത്രം നോക്കാം. ജസ്റ്റ് നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാക്കാം, അങ്ങനെ എക്സാം എഴുതാം, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പോൾ ഞാൻ സി എയിലേക്ക് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ഡിഗ്രി ലൈഫ് പറഞ്ഞ വേറെ തന്നെ ഒരു വേൾഡ് ആയിരുന്നു. കാരണം കോളേജിൽ പാർട്ടിയെല്ലാം കളിച്ച് നടന്ന് ഞാൻ കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. ക്ലാസ്സിൽ കയറില്ല, വേറെ തന്നെ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. അവിടുന്ന് പെട്ടെന്ന് ഫുൾ ടൈം ക്ലാസ്സിലിരിക്കുക, പഠിക്കുക, അങ്ങനത്തെ ഒരു വേൾഡിലേക്ക് വരുമ്പോൾ എക്സ്ട്രീംലി ഡിഫറെൻ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം അതിനോട് അഡാപ്റ്റായി. അതിന് മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവരായിരുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണ്. കാരണം പഠിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ഇവർ ഒരുക്കി തരുന്നുണ്ട്. ഇപ്പം എന്ത് ഡൗട്ട് വന്നാലും എന്തെങ്കിലും ഹെൽപ്പ് വേണമെങ്കിൽ ഇവർ ചെയ്തു തരുന്നുണ്ട്. അങ്ങനത്തെ ഒരു ലൈഫ് ഇതിലേക്ക് ഷിഫ്റ്റ് ആകുമ്പോൾ ഭയങ്കര ഡിഫറൻസ് ഒക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ എനിക്ക് ഡൗട്ട് ആയിട്ടുണ്ട്. കാരണം അവിടെ ക്ലാസ്സിൽ കയറില്ല, ഫുൾ ടൈം പാർട്ടി അങ്ങനെ കളിച്ചിടുന്ന്, എക്സാം ടൈം ജസ്റ്റ് പഠിച്ച് അങ്ങനെ പാസ് അങ്ങനെ വന്നതാണ്. പെട്ടെന്ന് ഇവിടെ രാവിലെ മുതൽ വൈകുന്നേരം വരെ ക്ലാസ്സിലിരിക്കുക, പഠിക്കുക, അങ്ങനത്തെ കാര്യം എന്ന് പറയുമ്പോൾ തന്നെ എനിക്ക് തന്നെ അത്ഭുതപ്പെട്ടിട്ടുണ്ട്. കാരണം ഞാൻ അങ്ങനെ വന്നിട്ടുണ്ട്. ഫുട്ബോൾ കളിക്കാൻ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു. ഫുട്ബോൾ ഒരു ഹോബിയായിരുന്നു. അതുപോലെ ഫിലിം വാച്ച് ചെയ്യുന്നത്. അപ്പോൾ സി എയിലേക്ക് വന്നിട്ടാകുമ്പോൾ അത്തരം കാര്യങ്ങൾ മാറ്റി വെക്കേണ്ടി വന്നു. അപ്പോൾ നമ്മൊരു കാര്യം നേടാൻ വേണ്ടിയിട്ട് ഒരു കാര്യം മാറ്റി വെക്കുന്നത് നല്ലതാണെങ്കിൽ അത് നല്ലതായി എനിക്ക് തോന്നി. പിന്നെ ഇപ്പോൾ ഫിലിം വാച്ച് ചെയ്യാറുണ്ട്, ഇപ്പോൾ ക്ലാസ് കഴിഞ്ഞ് ടൈമില്ല, പഠിക്കണം, അങ്ങനത്തെ ഒരു മൈൻഡിലേക്കായി. കാരണം ഈ ഒരു ഇത്ര മാസം ഹാർഡ് വർക്ക് ചെയ്താൽ പിന്നെ നമുക്ക് കിട്ടുന്ന ലൈഫ് എന്ന് പറയുന്നത് ബെസ്റ്റ് ആയിരിക്കും. നമ്മുടെ ലൈഫിൽ തന്നെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് കാര്യമായിരിക്കും. അപ്പോൾ കുറച്ച് മാസം നമ്മൾ അതിന് വേണ്ടി വിട്ടുകൊടുത്താൽ നമുക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു കാര്യമായിരിക്കും. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വെക്കുന്നത് പ്രശ്നമില്ല എനിക്ക് തോന്നി. അങ്ങനെ ഫുട്ബോൾ ആയാലും ഇപ്പോൾ ഫിലിം വാച്ച് ചെയ്യുന്നത്, ട്രാവൽ ചെയ്യുന്നത്, കുറേ കാര്യങ്ങളുണ്ട്. ഇതെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. എക്സാം കഴിഞ്ഞ് പാസ്സായി ഇതിൽ ചെയ്യണമെന്ന് ആഗ്രഹം. ഇപ്പോൾ എല്ലാവരും പറയുന്ന പോലെ സി എ ഭയങ്കര വൈഡാണ്, വാസ്റ്റായിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അതിൽ ശരിയാണ്. പക്ഷെ അതെങ്ങനെ എഫക്റ്റീവായി പഠിച്ച് എങ്ങനെ സുഖമായി പാസ്സാവുക എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കോയിന് രണ്ട് സൈഡ് ഉണ്ടാവും, ഹെഡും ടെയിലും ഉണ്ടാവും. അതുപോലെ കുറച്ചാൾ പറയും ഭയങ്കര ടഫാണ്, പക്ഷെ ഒരു ഈസി വേയും കൂടി അപ്പുറത്തുണ്ടാവും. അപ്പോൾ എല്ലാവരും ചിന്തിക്കൽ ടഫസ്റ്റ് ആണ്. അതെങ്ങനെ ഈസിയായി ക്രാക്ക് ചെയ്യണം നമ്മൾ ചിന്തിക്കേണ്ടത്. അങ്ങനെ ക്രാക്ക് ചെയ്താൽ സുഖമായിട്ട് സി എ പാസ്സാകാൻ പറ്റും. ഫ്യൂച്ചറിൽ സി എ ആയിരുന്നെങ്കിൽ ആലോചിച്ച് നോക്കുക, സൊസൈറ്റിയിലെ റെസ്പെക്ട് കിട്ടും, നല്ല സാലറി കിട്ടും, പിന്നെ നല്ല ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇത്ര കാര്യങ്ങൾ സി എ എടുക്കുന്നതോട് നിങ്ങൾക്ക് പറ്റും. പിന്നെ സി എ എടുക്കാൻ പോകുന്നവരോടായാലും പിന്നെ എടുത്തവരോടായാലും ശരി, എത്രയും പെട്ടെന്ന് പാസ്സാകാൻ ശ്രമിക്കുക. സി എ ഡ്രീമായി കാണുന്നവരായാലും എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ആദ്യം തന്നെ നമുക്ക് ഇത് പാസ്സാവാൻ പറ്റുമെന്നില്ല ഡൗട്ട് ക്ലിയർ ആക്കാം. എന്നെ കൊണ്ട് പറ്റുന്നില്ല ഉറപ്പിൽ സി എ എടുക്കാം.
പിന്നെ ഹാർഡ് വർക്ക് ചെയ്താൽ കിട്ടാത്തൊരു സാധനമില്ല. കൺസിസ്റ്റൻസിയും ഹാർഡ് വർക്കും ഡിറ്റർമിനേഷൻ, ഈ 3 കാര്യങ്ങളുണ്ടെങ്കിൽ CA സുഖമായിട്ട് പാസ്സാവും. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ CA വലിയ വാസ്റ്റാണ്, പക്ഷെ അത് എഫക്റ്റീവായി എങ്ങനെ പഠിക്കാന്നില്ല നമുക്ക് മെയിനായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഇപ്പോൾ നിങ്ങൾ CA എക്സാം എഴുതുന്ന ടൈമിൽ നിങ്ങൾ ചിന്തിച്ച് നോക്കുക, ഫ്യൂച്ചറിൽ ചിന്തിച്ച് നോക്കുക. ഇപ്പോൾ CA ക്വാളിഫൈ ആയതാൽ തന്നെ കൊമേഴ്സിലെ തന്നെ ടഫസ്റ്റ് കോഴ്സാണ് CA, അത് നിങ്ങൾ ക്വാളിഫൈ ആയി. ജസ്റ്റ് ഒരു ഓർഡിനറി പീപ്പിൾ ചെയ്യുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു എക്സ്ട്രാ ഓർഡിനറി ആയിട്ടാണ് നിങ്ങളുള്ളത്. അതുകൊണ്ട് നിങ്ങൾ CA ക്വാളിഫൈ ചെയ്തത്. അത്രയും കാര്യങ്ങളെ മനസ്സിലാലോചിച്ച് നോക്കുക. പിന്നെ ഇത്ര ടൈം നമ്മൾ സ്പെൻഡ് ആക്കിയത് നമുക്ക് പിന്നെ തിരിച്ച് കിട്ടും. കാരണം ഇപ്പോൾ CA പഠിക്കുമ്പോൾ തന്നെ സ്റ്റഡീസിന് വേണ്ടിയിട്ട് മാത്രം കുറേ സെക്ഷൻസ് നമ്മൾ മാറ്റി വെക്കുന്നുണ്ട്. പക്ഷേ ഇതെല്ലാം പഠിച്ച് കഴിഞ്ഞാൽ ഇനി അപ്പുറം ഒരു ലോകമുണ്ട്, അതിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. പിന്നെ എടുക്കാൻ പോകുന്നവരോടായാലും അടുത്തവരോടായാലും ഓൾ ദി ബെസ്റ്റ്.